ശരി, മധു ബാബുവിനെതിരെ ഓരോ ദിവസവും പരാതികൾ ഉയരുകയാണ്, ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികൾ ഉയരുകയാണ്. അതിനിടയിൽ ഇന്ന് കണ്ട രണ്ട് കാഴ്ചകൾ, അതൊന്ന് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മറയൂർ എസ്.ഐ മാഹിൻ സലീം ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുന്നതാണ്. ഒരു സിനിമയുടെ ക്ലിപ്പൊക്കെ വെച്ചുകൊണ്ട് അടിച്ചാൽ മാത്രമേ ഇതൊക്കെ തെളിയിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ സത്യം കണ്ടെത്താൻ കഴിയൂ എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്. പിന്നീട് അത് വിവാദമായതോടുകൂടി അദ്ദേഹം ആ പോസ്റ്റ് മുക്കുകയും തലയൂരുകയും ചെയ്തു. മറ്റൊന്ന് മണ്ണുത്തി CI ബൈജു സമൂഹ മാധ്യമങ്ങളിൽ ഈ കസ്റ്റഡി മർദ്ദനത്തെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, ഇന്ന് ഉയർന്നു കേട്ട മറ്റൊരു പരാതി അത് തൃക്കൊടിത്താനം മുൻ SHOക്ക് എതിരെ എത്തിയ പരാതിയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ് ടോബി? TK, കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ജോലി ചെയ്തതിൻ്റെ കൂലി ഒരാൾ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബിജു തോമസ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി സ്വദേശി തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു പരാതിയായിട്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഈ കൂലി ലഭിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു പരാതിയായിട്ട് തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ എതിർവശത്തുള്ള ആളെ കൂടി പോലീസ് വിളിച്ചു വരുത്തി ഒരു കോംപ്രമൈസിൽ ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ തനിക്ക് കിട്ടേണ്ട പണം ലഭിക്കാതെ എങ്ങനെ ഇത് സെറ്റിൽ ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം ഈ ബിജു തോമസ് ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് ക്ഷുഭിതനായ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ, SHO അടക്കമുള്ളവർ ഈ ആളെ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഷുഗർ ഉണ്ടായതുകൊണ്ട് തന്നെ കാലിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കാലിൽ ബൂട്ടിട്ട് ചവിട്ടിപ്പിടിച്ച് തള്ളി എന്നാണ് ഈ ബിജു പറയുന്നത്. അതേ തുടർന്ന് ഈ കാല് മുറിച്ച് കളയേണ്ട, അതായത് ഈ ഷുഗറുള്ള കാല് പിന്നീട് ഈ ചവിട്ടിയതിനെ തുടർന്ന് ഇഞ്ചുറി ആകുകയും അത് മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നുമാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പരാതി ഒന്നും നൽകാൻ ഇയാൾ തയ്യാറായിട്ടില്ല. അതിനുള്ള ഒരു കാരണം, ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ തനിക്ക് കേസോ കൂട്ടങ്ങളോ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ തൻ്റെ വരുമാനം ഇല്ലാതാകും, അതുകൊണ്ട് കേസ് കൊടുക്കാനൊന്നും തയ്യാറാകാതെ ഇയാൾ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഇനിയും പരാതി നൽകാൻ അയാൾ തയ്യാറായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്, ഈ വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അദ്ദേഹം തയ്യാറായത്. ശരി, ടോബി ജോൺസൺ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോട്ടയത്ത് നിന്ന്.